ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്ക് MSW 001 ഡിസ്കഷനാണിന്ന്. എനിക്ക് തോന്നുന്നു യൂണിറ്റ് 1 മാത്രമേ ഈ ഒരു വീഡിയോയിൽ കൊള്ളിക്കാൻ വേണ്ടി പറ്റുള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഏതായാലും വീഡിയോയിലേക്ക് പോവാം. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ പാർട്ടിൻ്റെ അകത്ത് ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്ന ഒരു സംഭവം കാണാം. അതായത് ഇതൊരു നല്ലൊരു പാരഗ്രാഫാണ്. അതായത് നിങ്ങൾക്ക് ഹിസ്റ്ററി ഓഫ് സോഷ്യൽ വർക്ക്, അത് UK ആണെന്നുണ്ടെങ്കിലും US ആണെന്നുണ്ടെങ്കിലും ഏത് വന്നു കഴിഞ്ഞാലും നിങ്ങൾക്കൊരു ഇൻട്രൊഡക്ഷൻ പാർട്ടായിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സംഭവങ്ങളാണിത്. ദാറ്റ് ഈസ് സോഷ്യൽ വർക്ക് ഈസ് നൗ എ ഗ്ലോബൽ പ്രൊഫഷൻ. മോസ്റ്റ് കൺട്രീസ് ഇൻ ദ വേൾഡ് ഹാവ് സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ ആസ് എ പാർട്ട് ഓഫ് യൂണിവേഴ്സിറ്റി സിസ്റ്റം ആൻഡ് ഓഫർ ഡിഗ്രി പ്രോഗ്രാംസ് ഇൻ ദ ഡിസിപ്ലിൻ ആൻഡ് ദർ ആർ നമ്പർ ഓഫ് ജോബ്സ് ഇൻ ഗവൺമെൻറ് ആൻഡ് നോൺ ഗവൺമെൻറ് സെക്ടർ ഫോർ വിച്ച് ട്രെയിൻ സോഷ്യൽ വർക്കർ ആർ പ്രിഫേർഡ്. ഇത് ഈ ഒരു പാരഗ്രാഫ് മുഴുവനും വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എഴുതാം. പിന്നെ പ്രൊഫഷണൽ ബോഡീസ് ഓഫ് സോഷ്യൽ വർക്ക് ഹാവ് ബീൻ ഫോംഡ് ഇൻ മെനി കൺട്രീസ് വിച്ച് പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഫെസിലിറ്റേറ്റിംഗ് പ്രൊഫഷണൽ ഇൻട്രാക്ഷൻ ആൻഡ് പ്രൊമോട്ടിംഗ് കോമൺ ഇൻട്രസ്റ്റ്. ഇത്ര വരെ നിങ്ങൾക്കൊരു പാരഗ്രാഫായിട്ട് നിങ്ങൾക്ക് ഏത് എസ്സേ ചോദിച്ചു കഴിഞ്ഞാലും വേണമെന്നുണ്ടെങ്കിൽ എഴുതാം. പിന്നെ വരുന്നതാണ് സോഷ്യൽ വർക്ക് ഇൻ യൂറോപ്പ് ആൻഡ് ഓഷ്യന എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് 10 മാർക്സിന് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് നോക്കിയിട്ട് പോവുക. അപ്പം ഇതിന് വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞിരിക്കുന്ന ആ ഒരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീവിയസ്ലി നമ്മുടെ ഈ സോഷ്യൽ വെൽഫെയർ എന്ന് പറഞ്ഞിരിക്കുന്നത് ചേർച്ചിൻ്റെയും ഫാമിലിയുടെയും അതുപോലെ തന്നെ വില്ലേജ് കമ്മ്യൂണിറ്റീൻ്റെ ഒക്കെ ഒരു റെസ്പോൺസിബിലിറ്റി ആയിരുന്നു. ആൻഡ് ലേറ്റർ ഓൺ കുറച്ച് കാര്യങ്ങൾ കൊണ്ടാണ് ഇതൊക്കെ മാറി മറിഞ്ഞത്. പിന്നെ ഒരു സെക്കൻഡ് വേൾഡ് വാറും ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു പാർട്ട് പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ഈ ഒരു പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്ന് വായിച്ചു നോക്കാം. ഇൻ പ്രീ ഇൻഡസ്ട്രിയൽ യൂറോപ്പ് സോഷ്യൽ വെൽഫെയർ വാസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ചർച്ച്, family and the village community. However, the industrial revolution and urbanization changed the nature and the extent of social problem. Traditional institutions could not cope up with this problem and the government had to take up the responsibility of providing social assistance. Since industrial revolution took place in Western Europe, it is here that the modern day social welfare system emerged. The growth of social work profession is closely related to the development of social welfare system. പിന്നെ കുറച്ച് ഡെവലപ്മെൻറ്റ് ഓഫ് സോഷ്യൽ വെൽഫെയർ സിസ്റ്റം വാസ് എ റിസൾട്ട് ഓഫ് ന്യൂമറസ് ചേഞ്ചസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അതിന് പറഞ്ഞിരിക്കുന്ന സംഭവങ്ങളാണ് സോഷ്യോ പൊളിറ്റിക്കൽ ചേഞ്ചും എക്കണോമിക് ചേഞ്ചും. അതിൽ സോഷ്യോ പൊളിറ്റിക്കൽ ചേഞ്ചസിൽ വരുന്നതാണ് ഏതൊക്കെ? ഫ്രഞ്ച് റെവല്യൂഷൻ, റഷ്യൻ റെവല്യൂഷൻ, അമേരിക്കൻ ഇൻഡിപെൻഡൻസ്, പിന്നെ റൈസ് ഓഫ് സോഷ്യൽ മൂവ്മെൻറ്റ്, ലേബർ മൂവ്മെൻറ്റ്, ഡെമോക്രസി, യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്, ഡിക്ലൈൻ ഇൻ അതോറിറ്റി ഓഫ് ദ ചേർച്ച് ആൻഡ് ദ ഡിക്ലൈൻ ഓഫ് വില്ലേജ് ആൻഡ് ട്രേഡ്സ്മാൻ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് സോഷ്യോ പൊളിറ്റിക്കൽ ചേഞ്ചിൽ വരുന്നതാണ്. അതിൽ എക്കണോമിക് ചേഞ്ചസിൽ വരുന്നത് എമർജൻസ് ഓഫ് ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസം, ഫോർമേഷൻ ഓഫ് വർക്കേഴ്സ് യൂണിയൻ, ഇൻക്രീസിംഗ് നമ്പർ ഓഫ് ചിൽഡ്രൻ, വുമൻസ് ഇൻ ദ വർക്ക് ഫോഴ്സ്, പിന്നെ പീരിയോഡിക് എക്കണോമിക് ക്രൈസിസ് ലീഡിങ് ടു വൈഡ് സ്പ്രെഡ് അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് പോവർട്ടി. പിന്നെ വരുന്നതാണ് ഇതുപോലത്തെ കുറച്ച് കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ നമ്മുടെ വേൾഡ് വാർ സെക്കൻഡ് വന്നിട്ടുണ്ടായിരുന്നു. ഹൗവർ ഇറ്റ് വാസ് നോട്ട് അൺടിൽ ആഫ്റ്റർ ദ വേൾഡ് വാർ സെക്കൻഡ് ദാറ്റ് സോഷ്യൽ വെൽഫെയർ സിസ്റ്റം ബിക്കേം ഇൻഡിസ്പെൻസിബിൾ പാർട്ട് ഓഫ് ഗവൺമെൻറ്. അതിൽ മോസ്റ്റ് ഓഫ് ദ ഗവൺമെൻറ് ഇൻ യൂറോപ്പ് ഡെവലപ്പ് ബ്രോഡ് ബേസ്ഡ് സോഷ്യൽ വെൽഫെയർ സിസ്റ്റം ആസ് എ പാർട്ട് ഓഫ് ദ ബ്യൂറോക്രസി ആൻഡ് ഇറ്റ് ഈസ് ഡീംഡ് ടു പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ഇൻ ദ സൊസൈറ്റി ബൈ കോൺട്രിബ്യൂട്ടിംഗ് സോഷ്യൽ ഈക്വാലിറ്റിക്കും പീസിനും അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് സീൻ ആസ് എ പാർട്ട് ഓഫ് എൻടൈറ്റിൽമെൻറ്റ് ഓഫ് ദി സിറ്റിസൺ. അതായത് സിറ്റിസൻ്റെ റൈറ്റ് ആയിട്ടായിരുന്നു അത് കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഹൗവർ ദ പൊളിറ്റിക്കൽ ചേഞ്ചസ് once again brought about changes in this system. അതിനുള്ള കുറച്ച് കാര്യങ്ങൾ അവിടെ വീണ്ടും പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് വായിച്ചു നോക്കുക. ആൻഡ് ഡ്യൂ ടു ദീസ് ചേഞ്ചസ് ദ റോൾ ഓഫ് സോഷ്യൽ വർക്ക് ആൻഡ് സോഷ്യൽ വർക്കേഴ്സ് ഹാവ് ഓൾസോ ചേഞ്ച്ഡ്. ഇതാണ് ഈ ഒരു പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓർത്ത് വെക്കാൻ എളുപ്പമല്ലേ അല്ലേ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ആയിട്ട് ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ലാൻഡ് മാർക്ക് ഇൻ സോഷ്യൽ വെൽഫെയർ ഇൻ UK നോക്കാം. ഇത് നിങ്ങൾക്ക് 20 മാർക്സിന് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഈ കാണുന്നത് തന്നെ കൊടുക്കാം. ദാറ്റ് ഈസ് യുണൈറ്റഡ് കിങ്ഡം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പ്രിഡോമിനൻറ്റ് പവർ ആയിരുന്നു 2 സെഞ്ച്വറി വരെ ബിഫോർ സെക്കൻഡ് വേൾഡ് വാർ. അപ്പം ഇതിൻ്റെ അകത്തുള്ള US, കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, സൗത്ത് ആഫ്രിക്ക വാസ് ഡയറക്ട്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ സോഷ്യൽ ചേഞ്ച് ഇൻ UK. പിന്നെ അതുപോലെ മെനി കൺട്രീസ് ലൈക്ക് ദ ഇന്ത്യ, ശ്രീലങ്ക, മലേഷ്യ ആൻഡ് നമ്പർ ഓഫ് ആഫ്രിക്കൻ കൺട്രീസ് വരെ പാർട്ട് ഓഫ് ഇറ്റ്സ് കൊളോണിയൽ, ദാറ്റ് ഇസ് UKയുടെ കൊളോണിയൽ എംപയറിൻ്റെ ഒരു ഭാഗമായിരുന്നു. ആൻഡ് അതുകൊണ്ട് തന്നെയും ഇതിൻ്റെ സോഷ്യൽ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ്, ദാറ്റ് ഈസ് UKയുടെ സോഷ്യൽ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് എക്സ്റ്റെൻസീവും അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു ഈവൻ ആഫ്റ്റർ ദ ഡെക്കേഡ്സ് ഓഫ് ദീസ് കൺട്രീസ് ഗെറ്റിംഗ് ദ ഇൻഡിപെൻഡൻസ്. അതിൻ്റെ അകത്തെ കുറച്ച് സ്റ്റഡി ഓഫ് സോഷ്യൽ വെൽഫെയർ സിസ്റ്റമും അതുപോലെ തന്നെ സോഷ്യൽ വർക്കിന് UKയും ഇമ്പോർട്ടൻ്റ് ആകാനുള്ള കാര്യങ്ങളും അതിൻ്റെ ലാൻഡ്മാർക്കുമാണ് പിന്നീട് പറഞ്ഞിരിക്കുന്നത്. ഓഫ് ഇംഗ്ലണ്ട് സൈൻ മാഗ്ന കാർട്ട ഇൻ 1215 ആണ്. അത് ഹ്യൂമൻ റൈറ്റ്സിന് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ പിന്നെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ
ബൈ എലിസബത്ത് പുവർ ലോ ആക്ട് ഇൻ 1601 ആണ്. മുന്നേത്തെ ടെക്സ്റ്റ് ബുക്കിൽ വലിയ ലോങ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് അതിൻ്റെ പിന്നെ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് ചുരുക്കിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഈസ് ഗിവിങ് അസിസ്റ്റൻസ് ടു ദ പീപ്പിൾ ആണ്. അതിൻ്റെ അകത്ത് 2 കാറ്റഗറി ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇമ്പോർട്ടൻറ്റ് പുവറും പിന്നെ അതുപോലെ തന്നെ ഏബിൾഡ് ബോഡി പുവർ എന്ന് പറഞ്ഞിട്ടും. അതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻറ്റ് പുവർ എന്ന് പറഞ്ഞിരിക്കുന്നത് ആരൊക്കെയാണെന്നുള്ളത് ഒന്ന് നോക്കി വെക്കുക. അതുപോലെ തന്നെ ഏബിൾഡ് ബോഡി പുവർ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണെന്നുള്ളത് നോക്കി വെക്കുക. പിന്നെ ഫാക്ടറി ആക്ട് ഓഫ് 1833 ഫാക്ടറി അമെൻമെൻറ്റ് ആക്ട് ഓഫ് 1847 ആണ്. ദാറ്റ് ഈസ് റെഗുലേറ്റിംഗ് ദ വർക്ക് കണ്ടീഷൻ ഓഫ് ചിൽഡ്രൻ ആൻഡ് വുമൺ ഇൻ ഫാക്ടറി. പിന്നെ പുവർ ലോ അമെൻമെൻറ്റ് ആക്ട് ഓഫ് 1843 ഇതെന്ന് പറഞ്ഞിരിക്കുന്നത് വീണ്ടും 2ആയിട്ട് കാറ്റഗറൈസ് ചെയ്തു. അതായത് ഡിസേർവിങ് പുവറും പിന്നെ അതുപോലെ തന്നെ അൺഡിസേർവിങ് പുവറും എന്നുള്ള രീതിയിൽ. അപ്പോൾ അതിൻ്റെ അണ്ടറിൽ വരുന്ന ആരൊക്കെയാണെന്നുള്ളത് ഒന്ന് നോക്കി വെക്കുക. പിന്നെ ദി ഗ്രേറ്റ് ഡിപ്രഷൻ ഓഫ് 1929 ഇത് 10 ഇയേഴ്സ് വരെ ഉണ്ടായിരുന്നു. ദാറ്റ് ഈസ് 1829 to 39 വരെ ഉണ്ടായിരുന്നു ഈ ഡിപ്രഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് പിന്നെ എഫക്ട് സൊസൈറ്റി എസ്പെഷ്യലി ദ പുവർ ആൻഡ് വർക്കിംഗ് ക്ലാസ്സസ് ആൻഡ് പോളിസി മേക്കേഴ്സ് റെക്കഗ്നൈസ് ദാറ്റ് ഗവൺമെൻറ് ഇൻ്റർവെൻഷൻസ് in economy is important to address problem caused by capitalism and assist people adversely affected by it. അപ്പോൾ ഇതൊരു അനന്തര കോസാണ് സോഷ്യൽ വർക്ക് വെൽഫെയർ തുടങ്ങാനുള്ള കാര്യം. പിന്നെ ബിവറിഡ്ജ് റിപ്പോർട്ടാണ്. അത് സജസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരു എലാബറേറ്റ് സിസ്റ്റം ഓഫ് വെൽഫെയർ ടു അഡ്രസ് ദ പ്രോബ്ലം ഓഫ് വാണ്ട് പിന്നെ ഡിസീസ് ഇവർക്കൊക്കെ വേണമെന്നുള്ള കാര്യത്തിലാണ് ആ ഒരു റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ഒരു ഇറ്റ് അഡ്വക്കേറ്റ് എ കോംപ്രിഹെൻസീവ് അതുപോലെ തന്നെ യൂണിവേഴ്സൽ സോഷ്യൽ ഇൻഷുറൻസ് സ്കീമും അത് കൊണ്ടുവന്നു. പിന്നെ ടാക്ചേഴ്സിൻ്റെ കോൺവെർസേഷൻ ഗവൺമെൻറ് ബ്രിങ് അബൌട്ട് മേജർ ചേഞ്ചസ് ഇൻ ദി വെൽഫെയർ സിസ്റ്റം വിച്ച് ലെഡ് ടു ദ മേജർ ചേഞ്ചസ് ഇൻ സോഷ്യൽ വർക്ക് പ്രൊഫഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗവൺമെൻറ്റിൻ്റെ എയിമിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ഹെൽപ്പ് ചെയ്യുക മാത്രമല്ല പിന്നെ അതുപോലെ തന്നെ ഒരു പോപ്പുലേഷൻ്റെ ന്യൂസൻസ് ആയിട്ട് കണ്ടിരുന്ന കുറച്ച് പോപ്പുലേഷൻ്റെ മുകളിൽ കൺട്രോൾ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ഗവൺമെൻറ്റിൻ്റെ വേറൊരു എയിമും. പിന്നെ അതുപോലെ തന്നെ പൊളിറ്റിക്കൽ അൺട്രസ്റ്റും ഇൻസ്റ്റെബിലിറ്റീസും ഒന്ന് പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പോൾ 1950 ആ സോഷ്യൽ അസിസ്റ്റൻറ്റ് പ്രോഗ്രാമിനെ ഒരു റൈറ്റ് ആയിട്ട് കണക്കാക്കുന്നത് വ്യൂഡ് ആസ് എൻടൈറ്റിൽമെൻറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത് കുറച്ച് ഓർഗനൈസേഷൻസ് ഫോം ചെയ്തതാണ്. ദാറ്റ് ഈസ് YMCA പിന്നെ അതുപോലെ തന്നെ പിന്നെ YMCAയും പിന്നെ YWCAയും ദാറ്റ് ഈസ് യങ് മാൻ ക്രിസ്ത്യൻ അസോസിയേഷൻ പിന്നെ അതുപോലെ തന്നെ യങ് വുമൺ ക്രിസ്ത്യൻ അസോസിയേഷൻസ് മേജർ ഓർഗനൈസേഷൻസ് ആയിരുന്നു വിച്ച് വർക്ക് വിത്ത് റൂറൽ ഇമിഗ്രൻറ്റ് കമ്മിങ് ടു ദി ഇൻഡസ്ട്രിയൽ സിറ്റി. പിന്നെ അതുപോലെ തന്നെ വന്നിരിക്കുന്ന 2 മൂവ്മെൻ്റ് ആണ് സെറ്റിൽമെൻറ്റ് ഹൗസ് മൂവ്മെൻറ്റും ചാരിറ്റി ഓർഗനൈസേഷൻ സൊസൈറ്റീസും. ഇത് രണ്ടും ഒരു എവല്യൂഷൻ ഓഫ് മോഡേൺ സോഷ്യൽ വർക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു റോൾ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം തന്നെയും പറഞ്ഞിരിക്കുന്നത് ബ്രിങ് അബൌട്ട് ഓർഡർ ഇൻ ടു ദ പ്രോസസ് ബൈ വിച്ച് ചാരിറ്റി വാസ് പ്രാക്ടീസ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ രണ്ടിൻ്റെയും വേറൊരു എയിം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു ന്യൂമറസ് ആപ്ലിക്കൻറ്റ് ഫോർ എയ്ഡ് കുഡ് ബി സെലക്ട് ആൻഡ് വാട്ട് കൈൻഡ് ഓഫ് എയ്ഡ് ഷുഡ് ബി പ്രൊവൈഡഡ്. ഇതായിരുന്നു ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു റോൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇറ്റ് ഗേവ് ഓപ്പർച്യൂണിറ്റി ടു ദ ഇൻഡിവിജ്വൽ ടു ഗെറ്റ് അപ്രോപ്രിയേറ്റ് വർക്ക് വെൻ പോസിബിൾ. പിന്നെ അതുപോലെ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ അതായത് വേറെ പ്രൊവൈഡ് ചെയ്ത സർവീസസ് എന്ന് പറഞ്ഞിരിക്കണമെന്ന് വെച്ചാൽ ചിൽഡ്രൻസ് വർക്കിംഗ് മദേഴ്സിനും പിന്നെ ബട്ട് ദെൻ ലേറ്റർ ഓൺ ചേഞ്ചസ് ടു ദി നോൺ പാർട്ടി പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ് വിച്ച് ഡിമാൻഡ് ബെറ്റർ സർവീസ് ടു ദ പുവർ ഫ്രം ദ ഗവൺമെൻറ്. അവർക്കൊരു ബെറ്റർ സർവീസ് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ പറഞ്ഞിട്ടുണ്ട് രണ്ടും അതായത് COSും അതുപോലെ തന്നെ പിന്നെ സെറ്റിൽമെൻറ്റ് ഹൗസും ഡിഫറൻസസ് ഉണ്ടെന്നുണ്ടെങ്കിലും അവരുടെ അണ്ടറിൽ ഈ 2 മൂവ്മെൻറ്റിലും മിഡിൽ ക്ലാസ്സും അതുപോലെ തന്നെ അപ്പർ ക്ലാസ്സും ഗെറ്റ് ഇൻവോൾവ് ഇൻ എഫേർട്ട് ടു അഡ്രസ് ദ പ്രോബ്ലം ഓഫ് ദ പുവർ. പിന്നെ ദിസ് മൂവ്മെൻറ്റ് ഓൾസോ ഹൈലൈറ്റഡ് ദ നീഡ് ഫോർ ട്രെയിനിങ് പീപ്പിൾ ടു പ്രൊവൈഡ് സോഷ്യൽ സർവീസ്. നെക്സ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞിരിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു യൂണിവേഴ്സിറ്റി സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് വന്നത് അതായത് സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ ഇൻ UK ഈസ് നൗ എ പാർട്ട് ഓഫ് യൂണിവേഴ്സിറ്റി സിസ്റ്റം. പിന്നെ സോഷ്യൽ വർക്ക് ഇൻ ബ്രിട്ടൻ വെർ റെഗുലേറ്റഡ് ബൈ ജനറൽ സോഷ്യൽ കെയർ കൗൺസിലിംഗ് ടിൽ 2012 ദാറ്റ് എഫക്ട് ആൻഡ് ആഫ്റ്റർ ദാറ്റ് by health professional council. പിന്നെ debates on changing role of social work in society are popular in academic circle. പിന്നെ social work are found in government and non-government sector work in the area of children and welfare. പിന്നെ ഒന്ന് വായിച്ചു നോക്കുക. പിന്നെ ഓസ്ട്രേലിയ ആൻഡ് ന്യൂസിലൻഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഗ്രേറ്റ് ഡിപ്രഷൻ ഓഫ് 1929. ഇത് ഈ 2 കൺട്രീസിനെയും കൂടി എഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് ഓസ്ട്രേലിയനെയും ന്യൂസിലൻഡിനെയും കൂടിയിട്ട്. പിന്നെ അതിനകത്ത് പറഞ്ഞിരിക്കണേ പിന്നെ കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞിരിക്കണ വെച്ചാൽ
പിന്നെ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫോർ ഫസ്റ്റ് ടൈം ഫോർ സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷന് ശേഷം. പിന്നെ ഈ ഓസ്ട്രേലിയനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് വേൾഡ് വാർ, ഈ പാരഗ്രാഫ് കണ്ടോ, സെക്കൻഡ് വേൾഡ് വാർ ക്രിയേറ്റഡ് എ ഡിമാൻഡ് ഫോർ സോഷ്യൽ വർക്ക് ടു ഡീൽ വിത്ത് സം ഓഫ് ദ കോൺസിക്വൻസസ് ഓഫ് ദ വാർ. ഇതായിരുന്നു രണ്ട് കാര്യങ്ങൾ. പിന്നെ സോഷ്യൽ വർക്ക് അറ്റ് ദിസ് ടൈം വാസ് സീൻ ആസ് ഇമ്പോർട്ടൻറ്റ് ഓക്യുപ്പേഷൻ ആൻഡ് ഡിമാൻഡ് എക്സീഡഡ് സപ്ലൈ. ബൈ ദ എൻഡ് ഓഫ് 1950 സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ വാസ് വെൽ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ യൂണിവേഴ്സിറ്റി സെക്ടർ. പിന്നെ കുറച്ച് യൂണിവേഴ്സിറ്റീസും കാര്യങ്ങളും വന്നതിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഈസ് ഡോക്യുമെൻറ്റ് മിനിമം എഡ്യൂക്കേഷണൽ റിക്വയർമെൻറ്റും പിന്നെ അതുപോലെ തന്നെ 11 സ്കൂൾ ഓഫ് സോഷ്യൽ വർക്ക്സും അങ്ങനെയൊക്കെ വന്ന കാര്യങ്ങളാണ്. ഒന്ന് വായിച്ചു നോക്കുക. പിന്നെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ന്യൂസിലാൻഡിൻ്റെ കാര്യങ്ങളാണ്. ന്യൂസിലാൻഡിൻ്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്കൂൾ ഓഫ് പിന്നെ സോഷ്യൽ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അതിനെ റീനെയിം ചെയ്തു. സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത് റീനെയിം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഗ്രാജുവേറ്റ് ഓഫ് സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസ് ടുക്ക് ലീഡർഷിപ്പ് റോൾ ഇൻ ഫോമിംഗ് ദ ന്യൂസിലാൻഡ് അസോസിയേഷൻ ഓഫ് സോഷ്യൽ വർക്ക് ആഫ്റ്റർ 14 years in 1964. പിന്നെ 1972 അകത്ത് പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന ന്യൂസിലാൻഡ് അസോസിയേഷൻ ഓഫ് സോഷ്യൽ വർക്ക് ഏർജ് ദ ഗവൺമെന്റ് ടു ഇൻട്രൊഡ്യൂസ് ന്യൂ സോഷ്യൽ സർവ് ഡെലിവറി അറേഞ്ച്മെന്റ്. പിന്നെ നമുക്ക് റഷ്യൻ്റെ അകത്ത് നോക്കാം. റഷ്യൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് 1991 ദാറ്റ് ഈസ് ഒരു പ്രൊഫഷനും പിന്നെ അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസും സോഷ്യൽ വർക്കിൻ്റെ അകത്ത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് നമുക്ക് 1990s ദ മിനിസ്ട്രി ഓഫ് ലേബറും പിന്നെ അതുപോലെ തന്നെ സോഷ്യൽ ഡെവലപ്മെൻറ്റും മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ഹെൽത്ത് കെയർ എക്സെട്ര ഇൻട്രൊഡ്യൂസ് എ വെറൈറ്റീസ് ഓഫ് സോഷ്യൽ സർവീസസ്. പിന്നെ 4 type ഓഫ് സോഷ്യൽ പ്രോഗ്രാംസ് ആർ നൗ അവൈലബിൾ ഇൻ റഷ്യ സച്ച് ആസ് 5-year സ്പെഷ്യലിറ്റി പ്രോഗ്രാം ആസ് ദ റഷ്യൻ ട്രഡീഷണൽ എഡ്യൂക്കേഷണൽ സിസ്റ്റം. പിന്നെ 4-year ബാച്ചലർ പ്രോഗ്രാം അറ്റ് സം യൂണിവേഴ്സിറ്റി, 2-year മാസ്റ്റർ പ്രോഗ്രാംസ് ഇൻ 3 യൂണിവേഴ്സിറ്റി. അങ്ങനെയുള്ള കുറച്ച് പ്രോഗ്രാംസും അതിൻ്റെ സാലറീസും കാര്യങ്ങളും ഡീറ്റെയിൽസുമാണ് ഈ ഒരു റഷ്യൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇതിനെ കുറിച്ചിട്ട് പറയുമ്പോൾ ആലോചിക്കേണ്ട ഒരു കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നു. അതായത് ഒരു ഹെൽത്ത് സയൻസ് ഇൻ 2002 ഫാക്കൽറ്റി ഓഫ് ഹെൽത്ത് സയൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത് അത് 5-year കോഴ്സായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ അവർ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഒരു സോഷ്യൽ വർക്കിൻ്റെ നീഡൊന്നും ഇല്ല, പക്ഷേങ്കിൽ ഒരു ജേർണലിസ്റ്റ് അപ്രോച്ചാണ് വേണ്ടത്. ദാറ്റ് ഈസ് യൂസ് ഓഫ് ജേർണലിസ്റ്റ് അപ്രോച്ച് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു മെത്തേഡ് ഓഫ് പ്രോബ്ലം സോൾവിങ് തന്നെയാണ്. അതിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. നമുക്കിപ്പോൾ കേസ് സ്റ്റഡി അങ്ങനെയൊക്കെ കുറേ പഠിക്കാനില്ലേ. അപ്പോൾ അങ്ങനെയുള്ളൊരു അപ്രോച്ച് മാത്രം മതി എന്നുള്ളതാണ്. കാരണം അവർ പറഞ്ഞിരിക്കുന്ന റീസൺ എന്ന് പറഞ്ഞിരിക്കുന്നത് സ്റ്റുഡൻസ് ഹു കംപ്ലീറ്റ് ദ സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ ഫ്രം ദിസ് യൂണിവേഴ്സിറ്റി ആർ അബ്സോർബ്ഡ് ബൈ ദ പ്രൈം മിനിസ്ട്രി, പിന്നെ മിനിസ്ട്രി ഓഫ് ഹെൽത്ത്, മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ, മിനിസ്ട്രി ഓഫ് ജസ്റ്റിസും ഇങ്ങനെയൊക്കെ സ്ഥലത്തുള്ളത് കൊണ്ട് തന്നെ അവർ കൂടുതലായിട്ട് ജേർണലിസ്റ്റ് അപ്രോച്ചിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കേട്ടോ. അടുത്തത് നമുക്ക് സോഷ്യൽ വർക്ക് ഇൻ നോർത്ത് അമേരിക്ക പറയാം. നോർത്ത് അമേരിക്ക എന്ന് പറയുന്ന സമയത്ത് നമുക്ക് നോർത്തും സൗത്തും തമ്മിൽ പറയുമ്പോൾ അവർ പറയുന്നൊരു കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് ലൈൻ കണ്ടോ, ഹാവ് സിഗ്നിഫിക്കൻറ്റ് ഐഡിയോളജിക്കൽ ഡിഫറൻസസ് ഉണ്ട് ഇൻ ദർ അപ്രോച്ച് ടു സോഷ്യൽ വെൽഫെയർ ആൻഡ് സോഷ്യൽ വർക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക പറയുന്ന സമയത്തും ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിരിക്കുന്ന ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ പിന്നെ USA ഹാസ് ബീൻ ടിൽ നൗ ദ പ്രിഡോമിനൻറ്റ് പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് പവർ ഇൻ ദ വേൾഡ് ആണ്. പിന്നെ ലാസ്റ്റ് ലൈൻ കണ്ടോ, സം ഓഫ് ദ ഇഷ്യൂസ് ആൻഡ് കോൺട്രവേഴ്സീസ് ഇൻ സോഷ്യൽ വർക്ക് ടുഡേ ക്യാൻ ബി ട്രേസ് ബാക്ക് ടു അമേരിക്കൻ ഇൻഫ്ലുവൻസ് ഓൺ സോഷ്യൽ വർക്ക് ട്രെയിനിങ് ആൻഡ് ദ പ്രാക്ടീസ് ഇൻ ദിസ് കൺട്രി. പിന്നെ ഈ ഒരു എമർജൻസി ഓഫ് സോഷ്യൽ വർക്ക് ഇൻ USA എന്ന് പറഞ്ഞിരിക്കുന്നത് അത്ര വലിയ സിമ്പിൾ ആയിട്ടുള്ള ഹാസ് നോട്ട് ബീൻ എ സിമ്പിൾ ആൻഡ് എ ലീനിയർ പ്രോസസ് ഒന്നുമല്ല. അതിന് പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് കണ്ടോ. ദ ഒറിജിൻ ഓഫ് മോഡേൺ സോഷ്യൽ വർക്ക് ക്യാൻ ബി ട്രേസ് ബാക്ക് ടു ദി ഫോളോയിങ് ചേഞ്ചസ് ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ് ഹിസ്റ്ററിയാണ്. അതിൽ 3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ആദ്യത്തെ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇൻക്രീസ്ഡ് ഇൻവോൾവ്മെൻറ്റ് ഓഫ് ദ ഗവൺമെൻറ് ഇൻ ദ സോഷ്യൽ സെക്ടർ. ഇതിൻ്റെ അത് ആ ഒരു സബ് ഹെഡിൻ്റെ അണ്ടറിൽ വരുന്നതാണ് എലിസബത്തൻ പുവർ ലോ എന്ന് പറഞ്ഞിരിക്കുന്നത്. കാരണം അത് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ലൈക്ക് നമ്മളെ ജനറൽ വെൽഫെയർ സിസ്റ്റംസും കാര്യങ്ങളും. പിന്നെ അതുപോലെ തന്നെ ആ ഒരു ലോ എനാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രൊട്ടക്ട് ദ വൾണറബിൾ സെക്ഷൻ ഓഫ് ദ സൊസൈറ്റി ലൈക്ക് ചിൽഡ്രൻ, വുമൺ ആൻഡ് ദ minority led to the increase in the number of social workers employed in the government എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇക്കണോമിക് ക്രൈസിസ് ആണ് 1930 ആ ഒരു കാര്യം. പിന്നെ അതുപോലെ തന്നെ സോഷ്യൽ സെക്യൂരിറ്റി ആക്ട് ഒരു 3rd ലൈൻ കണ്ടോ എനാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഒരു പ്രസിഡന്റ് ലിൻഡൻ ജോൺസൺ എന്ന് പറഞ്ഞിരിക്കുന്നവർ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗ്രേറ്റ് സൊസൈറ്റി വിച്ച് എയിം ടു റെഡ്യൂസ് പോവർട്ടി ആൻഡ് ഇംപ്രൂവ് ദ ക്വാളിറ്റീസ് ഓഫ് ലൈഫ്. രണ്ടാമത്തെ കാര്യമായിട്ട് നോൺ ഗവൺമെൻറ്റൽ ഇനീഷ്യേറ്റീവ് ടു അഡ്രസ് സോഷ്യൽ പ്രോബ്ലം. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, YMCയും പിന്നെ YWCയും പിന്നെ അതുപോലെ തന്നെ ചാരിറ്റി ഓർഗനൈസേഷൻ സൊസൈറ്റിയും പിന്നെ അതുപോലെ നമ്മുടെ സെറ്റിൽമെൻറ്റ് ഹൗസും വന്നതൊക്കെ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഈ ഒരു ഹെഡിങ്ങിൽ വരുന്നത്. പിന്നെ മേരി റിച്ച്മൻഡും ഒരു ഫ്രണ്ട്ലി വിസിറ്റേഴ്സ് എന്നുള്ളൊരു കോൺസെപ്റ്റ്, സ്റ്റാർട്ടഡ് പ്രാക്ടീസ് ഓഫ് ഫ്രണ്ട്ലി വിസിറ്റേഴ്സ്, അതാണ് ഒരു മോഡേൺ കേസ് വർക്കിൻ്റെ ഫോർറണ്ണറായിട്ട് പറയപ്പെടുന്നത്. അത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കേസ് സ്റ്റഡി പഠിക്കുമ്പോൾ പഠിക്കാനുണ്ട് കേട്ടോ. പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ വെൽത്ത് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഇറ്റ് വാസ് ഓൾസോ റിയലൈസ് ദാറ്റ് അവർ
ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സിസ്റ്റം വേണം. കോസ് ആൻഡ് എഫക്റ്റ് ഓഫ് ദിസ് പ്രോബ്ലം ഈസ് എസെൻഷ്യൽ ബിഫോർ ദിസ് ആർ അഡ്രസ് മീനിങ് എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണ് ചിക്കാഗോ സ്കൂൾ ഓഫ് സോഷ്യൽ എക്കണോമിക്സ് ഇൻ 1895 സ്റ്റാർട്ടഡ് ഓഫറിംഗ് ലെക്ചേഴ്സ് ഓൺ വർക്കിംഗ് പുവർ ആൻഡ് ദ പ്രോബ്ലം. പിന്നെ കൊളംബിയ യൂണിവേഴ്സിറ്റി സ്റ്റാർട്ടഡ് ചെയ്തു ഓഫറിംഗ് കോഴ്സസ് ഇൻ സോഷ്യൽ വർക്ക് ആസ് എ 6-month ഡിപ്ലോമ ആൻഡ് വിച്ച് ലേറ്റർ ഓൺ ഡെവലപ്ഡ് ഇൻ ടു ഡിഗ്രി പ്രോഗ്രാം എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ് പറയുന്നത്. അതായത് ഈ ഒരു ഹിസ്റ്ററി ഓഫ് ഡെവലപ്മെൻറ്റ് ഓഫ് സോഷ്യൽ വർക്ക് പ്രൊഡ്യൂസ് ചെയ്തു നമ്മളെ ഒരു കാഴ്ചപ്പാടാണ്. അതായത് ഇമ്പോർട്ടൻറ്റ് ഡിബേറ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സംഭവം വന്നു. അതായത് ഷുഡ് സോഷ്യൽ വർക്ക് കോൺസെൻട്രേറ്റ് ഓൺ സോൾവിങ് ഇൻഡിവിജ്വൽ പ്രോബ്ലം ഓർ ഷുഡ് ഇറ്റ് അറ്റംപ്റ്റ് ടു സോൾവ് സോഷ്യൽ പ്രോബ്ലം? ഈ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ആർ വെൽഫെയർ സർവീസ് എ റൈറ്റ് ഓഫ് ഇൻഡിവിജ്വൽ ഓർ എൻ ആക്ട് ഓഫ് ബെലവൻസസ് ഓൺ ദ പാർട്ട് ഓഫ് ദ ഗവൺമെൻറ്? കാരണം ഇവർ വിശ്വസിച്ചിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്ക സൊസൈറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇനഫായിട്ടുള്ള നമുക്ക് ഓപ്പർച്യൂണിറ്റീസ്, ഒരു ജീവിക്കാനുള്ള ഇവർ വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കൻ സൊസൈറ്റി ഒരുപാട് എന്താ പറയുക, ഒരു ഡീസൻറ്റ് ലൈഫ് ലീഡ് ചെയ്യേണ്ട ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇഫ് എനി ഇൻഡിവിജ്വൽ ഈസ് ഇൻകേപ്പബിൾ ആണെന്നുണ്ടെങ്കിൽ ഹീ ഈസ് റെസ്പോൺസിബിൾ എന്നുള്ളൊരു രീതിയിലുള്ള ഒരു കാര്യമാണ് ഇവർ വ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെയും മാത്രമല്ല അമേരിക്കൻ സൊസൈറ്റി വ്യൂ ദ പുവർ ആൻഡ് ദ അൺഎംപ്ലോയിഡ് ആസ് എ ഫെയിലിയർ ആൻഡ് ലോസർ എന്നുള്ള രീതിയിലാണ് കണ്ടത്. ഇനി നമ്മൾ കാനഡനെ കുറിച്ചിട്ട് പറയുന്ന സമയത്ത് കാനഡ ഒരു നോർത്ത് നെയ്ബറിങ് കൺട്രി ആണെന്നുള്ളത് പറയാം. അവരുടെ അപ്രോച്ചിൻ്റെ അകത്ത് ടു ദ സോഷ്യൽ വെൽഫെയർ എന്ന് പറഞ്ഞിരിക്കുന്നത് മോർ ഹ്യൂമാനിറ്റേറിയൻ അപ്രോച്ചുമാണ്, കോംപ്രിഹെൻസീവ് ആണ് ദാൻ ദ US സിസ്റ്റം. അവർ തന്നെയും ഡെവലപ്പ് ചെയ്തിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഒരു 5 1935 ഇത് അൺഎംപ്ലോയ്മെൻറ്റ് ഇൻഷുറൻസ് ആക്ട്, പിന്നെ അതുപോലെ തന്നെ 1945 ഫാമിലി അലവൻസസ്, പിന്നെ 1952 അകത്ത് ഓൾഡ് ഏജ് സെക്യൂരിറ്റി, 1965 to 66 ഒരു 3 പ്രോഗ്രാംസ്, ദാറ്റ് ഈസ് കാനഡ പെൻഷൻ പ്ലാൻ, കാനഡ അസിസ്റ്റൻസ് പ്ലാൻ, പിന്നെ അതുപോലെ തന്നെ മെഡിക്കെയർ എന്ന് പറഞ്ഞിട്ടുള്ളത്. 85 കോംപ്രിഹെൻസീവ് യൂണിവേഴ്സൽ കോംപ്രിഹെൻസീവ് ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ വെൽഫെയർ പ്രോഗ്രാംസിൻ്റെ ഒക്കെ ഫണ്ട് ഗവൺമെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒന്നാണ്. ലാസ്റ്റ് പാരഗ്രാഫ് കണ്ടോ? ദ സ്കൂൾ ഓഫ് സോഷ്യൽ വർക്ക് ഇൻ കാനഡ ആൻഡ് US in 1919 ടുഗദർ ഫോം ദ കൗൺസിൽ ഓഫ് സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ വിച്ച് റെഗുലേറ്റഡ് ദ സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ. ഇൻ 1926 കനഡിയൻ അസോസിയേഷൻ ഓഫ് സോഷ്യൽ വർക്ക് വാസ് സ്റ്റാർട്ടഡ് ആസ് എ പ്രൊഫഷണൽ ഓർഗനൈസേഷൻസ്. ഇതാണ് നമ്മുടെ നോർത്ത് അമേരിക്കയുടെ കാര്യങ്ങൾ കേട്ടോ. നമുക്ക് സോഷ്യൽ വർക്ക് ഇൻ സൗത്ത് അമേരിക്ക നോക്കാം. സൗത്ത് അമേരിക്ക എന്ന് പറഞ്ഞിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കോണ്ടിനെൻറ്റ് വാസ് കോളനൈസ്ഡ് ബൈ സ്പെയിൻ ആൻഡ് പോർച്ചുഗീസ് എന്നുള്ള കാര്യം പറയാം. പിന്നെ അതിൻ്റെ തേർഡ് ലൈൻ കണ്ടോ, ഹിസ്റ്റോറിക്കലി USA ഹാസ് ഹാഡ് എ മേജർ പൊളിറ്റിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് ഇൻ സൗത്ത് അമേരിക്ക. അതിന് വേറൊരു ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഓഫ് സൗത്ത് അമേരിക്കൻ കൺട്രി ഈസ് ദ ലാക്ക് ഓഫ് പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ മോസ്റ്റ് ഓഫ് ദീസ് കൺട്രീസ് അറ്റൈൻ ദ ഫ്രീഡം ഫ്രം കൊളോണിയൽ റൂൾ ഇൻ ദ 19th century ബട്ട് എക്സ്പീരിയൻസ്ഡ് ഡിക്റ്റേറ്റർഷിപ്സ് ലീഡിങ് ടു മാസീവ് വയലൻസ് ആൻഡ് ഹ്യൂമൻ റൈറ്റ് വയലൻസ്. ആൻഡ് അതുപോലെ തന്നെ റേസിസം ആൻഡ് ഡിസ്ക്രിമിനേഷൻ ആർ ഓൾസോ ഇമ്പോർട്ടൻറ്റ് സോഷ്യൽ പ്രോബ്ലം. പിന്നെ ദീസ് സോഷ്യൽ കണ്ടീഷൻ ഹാസ് ഗിവൺ റൈസ് ടു സ്ട്രോങ് റെസിസ്റ്റൻസ് മൂവ്മെൻറ്റ്, സം ഓഫ് വിച്ച് ആർ റെവല്യൂഷണറി ഇൻ നേച്ചർ. അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. 1925 ഒരു ഫസ്റ്റ് സൗത്ത് അമേരിക്കൻ സ്കൂൾ ഓഫ് സോഷ്യൽ വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. 30 ഫസ്റ്റ് സോഷ്യൽ വർക്ക് കോഴ്സ് സ്റ്റാർട്ടഡ് ഇൻ അർജൻറ്റീന. പിന്നെ നെക്സ്റ്റ് പാരഗ്രാഫിൽ ഇവർ പറഞ്ഞിരിക്കുന്നത് മിഡ് 1916 അകത്തും പിന്നെ അതുപോലെ തന്നെ 17 അകത്തും ഈ സോഷ്യൽ വർക്കിനെ എക്നോളജ് ചെയ്തിരിക്കുന്നത് റീകൺസെപ്ച്വലൈസേഷൻ പീരീഡ് എന്നാണ്, ഒരു ഷിഫ്റ്റ് ആയിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു പെർസ്പെക്റ്റീവ് വെച്ചിട്ട് 2 ബേസിക് സ്കൂൾ ഓഫ് തോട്ട് എമേർജ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഫംഗ്ഷനാലിസ്റ്റും പിന്നെ അതുപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസ്റ്റും. ഫംഗ്ഷനാലിസ്റ്റ് പറഞ്ഞിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സോഷ്യൽ വർക്കർ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത് ഡെവലപ്മെൻറ്റ് ഓഫ് ദ കൺട്രീസും പിന്നെ അതുപോലെ തന്നെ ഒരു സോഷ്യൽ ഇക്വിലിബ്രിയം ഉണ്ടാക്കുക, attempting to eliminate the social problems and dysfunction ആണെന്നുണ്ടെങ്കിൽ അതായത് ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസ്റ്റ് പറഞ്ഞിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സോഷ്യൽ വർക്കർ അവരുടെ പുവറിനെ ഓവർകം ചെയ്യണം, അവരുടെ ഓപ്പറേഷൻ്റെ അകത്തും മാർജിനൈസേഷൻ്റെ അകത്തും എങ്ങനെയാണ് ഒരു അവേക്കണിങ് ഓഫ് കോൺഷ്യസ്നെസ്സിൻ്റെ അകത്തിലൂടെയാണ് കൊണ്ടുവരേണ്ടതെന്നുള്ളത്. ഇതാണ് നിങ്ങളുടെ സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ ഇൻ സൗത്ത് അമേരിക്കയിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി നിങ്ങൾക്കുള്ളത് സോഷ്യൽ വർക്ക് ഇൻ ഏഷ്യ ആണ്. ഏഷ്യൻ കൺട്രീസ് എന്ന് പറയുന്ന സമയത്ത് ഒരുപാട് കൺട്രീസ് ഉണ്ട്, ലൈക്ക് ദ ബംഗ്ലാദേശ്, പിന്നെ അതുപോലെ തന്നെ ശ്രീലങ്ക, ഇന്തോനേഷ്യ, മലേഷ്യ, ഫിലിപ്പൈൻസ്, പിന്നെ അതുപോലെ തന്നെ വിയറ്റ്നാം, ചൈന, സൗത്ത് കൊറിയ, ജപ്പാൻ, അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരുപാട് കൺട്രീസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു കൺട്രീസിലെല്ലാം തന്നെയും മേജർ റിലീജിയസ് ആയിട്ടുള്ള, ദാറ്റ് ഈസ് എ ഹോം ഓഫ് ഓൾ മേജർ റിലീജിയസ് വേൾഡ് ആണ്. ദാറ്റ് ഈസ് ഹിന്ദുയിസം, ബുദ്ധിസം, ഇസ്ലാം, ക്രിസ്ത്യാനിറ്റി, ജൈനിസം, അങ്ങനെ പറഞ്ഞിരിക്കുന്ന ഒരുപാട് റിലീജിയൻസ് കാണാം. ഈ ഒരു റിലീജിയൻ തന്നെയും നമുക്ക് അറിയാം ഒരു ചാരിറ്റി പ്രോഗ്രാമിലൂടെ എല്ലാവരെയും സഹായിക്കണം എന്നുള്ളൊരു ട്രഡീഷൻസ് ഈ ഒരു സൊസൈറ്റീൻ്റെ അകത്ത് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ട്രഡീഷൻ്റെ അകത്ത് ഒരു സോഷ്യൽ വർക്ക്
പ്രൊഫഷൻ എന്നുള്ളത് കൊണ്ട് ഇവോൾവ് ഇൻ ടു എ സോഷ്യൽ വർക്ക് പ്രൊഫഷൻ വരാഞ്ഞത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്രേക്കാണ്. വാസ് ദാറ്റ് മോസ്റ്റ് കൺട്രീസ് ഇൻ ദ ഏഷ്യ വാസ് കൊളനൈസ്ഡ് ബൈ വെസ്റ്റേൺ പവർ ഇൻ 18th and 19th century ആണ്. ആൻഡ് കോളനിസം ബ്രോട്ട് അബൌട്ട് ചേഞ്ചസ് ഇൻ ദ സോഷ്യൽ പാറ്റേൺ വിച്ച് പ്രിവെൻറ്റ് ദിസ് പ്രോസസ്. ഇതാണ് അതിന് കാരണമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മൾ ഫസ്റ്റ് കൺട്രി ആയിട്ടുള്ള ബംഗ്ലാദേശ് നോക്കുന്ന സമയത്ത് ബംഗ്ലാദേശിന് ഒരു എക്സ്പീരിയൻസ് ചെയ്തു ഡിസാസ്ട്രസ്. അപ്പോൾ സിവിൽ വാർ ഓഫ് 1971 ആർ ദ മേജർ കോസ് റെഫ്യൂജി ക്രൈസിസിന് വരാനുള്ള ഒരു കാരണം ആയിട്ട് പറയുന്നത്. ആസ് എ റിസൾട്ട് ഓഫ് ദിസ് ഈവൻ സെവറൽ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ വർക്ക്ഡ് ഇൻ ബംഗ്ലാദേശ് ആൻഡ് ഇറ്റ് ബിക്കം എ ലാർജസ്റ്റ് റെസിപ്റ്റൻറ്റ് ഓഫ് ഫോറിൻ എയ്ഡ്. പ്രൊഫഷണൽ സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ വാസ് ഇനീഷ്യേറ്റഡ് ഇൻ 1953, 3 months കോഴ്സ്. അങ്ങനെ കുറച്ച് സ്കൂളും കാര്യങ്ങളൊക്കെ വന്ന കാര്യങ്ങളാണ് ബംഗ്ലാദേശിൽ പറയുന്നത്. ശ്രീലങ്കയെന്നും പറയുന്ന സമയത്ത് ഇതിന് ഈ ഒരു കൺട്രീനെ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ സോഷ്യലിസ്റ്റ് ഐഡിയോളജീസ് ആണ്. അപ്പോൾ സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാമിന് ഒരു എഫക്റ്റീവ് പ്രോഗ്രാമായിട്ടാണ് അവർ കൺസിഡർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഹൗവർ ട്രെയിൻഡ് സോഷ്യൽ വർക്കർ have very less representations in the bureaucracy. Some of the reasons for the low representation are dominance of the government department in the provision of welfare program, ethnic difference. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു പാരഗ്രാഫും കാര്യങ്ങളും നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. പിന്നീട് ഇവോൾവ് ചെയ്തിട്ടുണ്ടായിരുന്ന കുറച്ച് ട്രെയിൻ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഇത് പറഞ്ഞിരിക്കുന്നത്. സ്കൂൾ ഓഫ് സോഷ്യൽ വർക്ക് വന്നതും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പാരഗ്രാഫ് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. പിന്നെ ഇന്തോനേഷ്യൻ്റെ അകത്ത് പറയുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ പൊളിറ്റിക്കൽ ഇൻസ്റ്റേബിലിറ്റിയാണ് പറയുന്നത്. പിന്നെ ലേറ്റർ ഓൺ അവർ ഒരു ഫസ്റ്റ് ട്രെയിനിങ് പ്രോഗ്രാം ഇൻ സോഷ്യൽ വർക്ക് സ്റ്റാർട്ടഡ് ചെയ്തു. അതിൻ്റെ സ്കൂളും കാര്യങ്ങളും ഇയേഴ്സും കാര്യങ്ങളും ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. പിന്നെ ഒരു മലേഷ്യയിൽ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ബ്രിട്ടൻ്റെ അകത്ത് ഇൻഡിപെൻഡൻസ് കിട്ടിയിരിക്കുന്നത് 1957 അകത്തുനിന്നാണ്. Here too there was a communist uprising which was put down using massive force which led to human rights violation. 1946 ഒരു സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ സോഷ്യൽ വെൽഫെയർ വാസ് സ്റ്റാർട്ടഡ് ബൈ കൊളോണിയൽ അഡ്മിനിസ്ട്രേഷൻ. പിന്നീട് ഒരു എന്താ പറയുക സോഷ്യൽ വർക്കിൻ്റെ ഐഡിയ വന്നതും കാര്യങ്ങളൊക്കെയാണ് ആ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. അപ്പോൾ ഇയറും കാര്യങ്ങളും പിന്നെ ഏതൊക്കെയാണ് വെൽഫെയർ പ്രോഗ്രാംസ് എന്നുള്ളത് ഓർത്ത് വെക്കുക. ഫിലിപ്പൈൻസിൽ പറയുന്ന സമയത്ത് പിന്നെ ഒരു ഫിലിപ്പൈൻസിന് ഒരു ക്ലോസ്ഡ് ഐ ഉണ്ടായിരുന്നു, ദാറ്റ് ഇസ് USA ആയിട്ട് ഈവൻ ആഫ്റ്റർ ഇറ്റ്സ് ഇൻഡിപെൻഡൻസ് ഇൻ 1947 അകത്ത്. പിന്നെ കോളേജ് ഓഫ് സോഷ്യൽ വർക്കും കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റും യൂണിവേഴ്സിറ്റി ഓഫ് ഫിലിപ്പൈൻസും ഈസ് പ്ലേയിങ് എൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻസ്. പിന്നെ വെൽഫെയർ പ്രോഗ്രാംസും കാര്യങ്ങളും ഇവരും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഫിലിപ്പൈൻസിൻ്റെ അകത്ത്. അതിൻ്റെ നെയിംസും കാര്യങ്ങളും ഇയറും ഒന്ന് ഓർത്ത് വെക്കുക. അല്ല വിയറ്റ്നാമിനെ കുറിച്ചിട്ട് പറയുന്ന സമയത്ത് ഈ ഒരു കൺട്രിയും നമ്പർ ഓഫ് വാർസ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിയറ്റ്നാം പീപ്പിൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർട്ട് ഫോർ ജപ്പാനീസ്, ഫ്രഞ്ച് ആൻഡ് ദ USA to maintain their independence and the unity. And it was in 1975 that the US troop left Vietnam, which paid for the unification of North Vietnam and South Vietnam. പിന്നീട് ഈ ഒരു പൊളിറ്റിക്കൽ അപ്ഹിവൽസ് ആണ് ഹാഡ് മേജർ ഇമ്പാക്റ്റ് ഓൺ സോഷ്യൽ വർക്ക് പ്രൊഫഷൻ ആൻഡ് ദ കൊളോണിയൽ ഫ്രഞ്ച് ഗവൺമെൻറ് സ്റ്റാർട്ടഡ് ദി വിങ് ഫോർ ഇംപ്ലിമെൻറ്റിംഗ് സോഷ്യൽ വെൽഫെയർ. ഇതൊന്ന് ഓർത്ത് വെക്കുക. എന്നിട്ട് കുറേ സംഭവങ്ങൾ വിയറ്റ്നാമിൽ വന്നിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് സോർട്ട് ഔട്ട് ചെയ്തിട്ട് ഒന്ന് ഷോർട്ടായിട്ട് ഒന്ന് ഓർത്ത് വെക്കുക. ഇനിയാണ് ചൈനേൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന സോഷ്യൽ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കൊരു സർവീസ് ട്രെയിനിങ്ങും സോഷ്യൽ കേസ് വർക്കും അഡോപ്ഷൻസ് റീഹാബിലിറ്റേഷൻ സർവീസൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. ബട്ട് ഹൗവർ ഇതിൻ്റെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷം 1949 ഈ ഒരു സബ്ജക്റ്റിനെ, അതായത് സോഷ്യൽ സയൻസ് സബ്ജക്റ്റിനെ ട്രീറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്യൂഡോ സയൻസും അതുപോലെ തന്നെ ബൂർഷ്വാ ഡിസിപ്ലിൻ എന്ന രീതിയിലാണ്. അപ്പോൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 30 years ആയിട്ട് ഈ വെസ്റ്റേൺ സോഷ്യൽ വർക്ക് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ചൈനേൻ്റെ അകത്ത്. പക്ഷേ സോഷ്യൽ വർക്ക് ട്രെയിനിങ് അബാൻഡൻ ചെയ്തിട്ടുണ്ടെങ്കിലും സോഷ്യൽ വെൽഫെയർ ആക്ടിവിറ്റീസ് സച്ച് ആസ് റിലീഫ് ഡ്യൂറിങ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സും പിന്നെ അതുപോലെ തന്നെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു ദ പുവർ, റീഹാബിലിറ്റേഷൻ ടു ദ ഡിസഡ്വാൻറ്റേജസ് സെക്ഷൻസും കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇവിടെ പറയുന്നുണ്ട്. പിന്നെ 1970s ഒരു എക്കണോമിക് റിഫോംസ് വന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു സോഷ്യൽ സയൻസ് സബ്ജക്റ്റ് കൺസിഡർ ചെയ്തേ എന്നുള്ളതാണ് ഈ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബാക്കി അതിനുശേഷം വന്നിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് നോക്കുക. ഏതൊക്കെ യൂണിവേഴ്സിറ്റി വന്നു, ഏതൊക്കെ സബ്ജക്റ്റ് അതിൻ്റെ അകത്ത് വന്നു എന്നുള്ള കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അതൊന്നും നിങ്ങളൊന്ന് ഷോർട്ടായിട്ട് ഒന്ന് നോക്കി വെക്കുക. നെക്സ്റ്റ് ആയിട്ട് നിങ്ങൾക്കുള്ളത് ജപ്പാനാണ്. ജപ്പാൻ പറയുന്ന സമയത്ത് അതിൻ്റെ ഫസ്റ്റ് പാരഗ്രാഫ് തന്നെ ഈ ഫസ്റ്റ് ലൈൻ തന്നെ പറയാം. ദാറ്റ് ഇസ് USA, USSR, UK ആൻഡ് ഫ്രാൻസിന് വേണ്ടിയിട്ട് അവർ സറണ്ടർ ചെയ്തു സെക്കൻഡ് വേൾഡ് വാറിൻ്റെ അകത്ത്. പിന്നെ ഈ ഒരു പിന്നെ എലീസ് ആണ്. ഈ allies bring about major changes in the Japan government and the society.
പിന്നെ ലേറ്റർ ഓൺ അവരൊരു 1946 ശേഷം ദ ട്രെയിനിങ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്തതും പിന്നെ ജപ്പാൻ കോളേജ് ഓഫ് സോഷ്യൽ വർക്ക് ബിഗിൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഈ ഒരു പാരഗ്രാഫിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അതൊന്ന് വായിച്ചു നോക്കുക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഷോർട്ടായിട്ട് ഓർമ്മിച്ച് വെക്കുക. ഇയറും പിന്നെ അതുപോലെ തന്നെ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ, അതായത് വെൽഫെയർ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ കേട്ടോ. പിന്നെ സൗത്ത് കൊറിയൻ്റെ അകത്ത് എഗെയിൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ നെയിം എങ്ങനെ പ്രൊനൗൺസ് ചെയ്യുന്നുള്ള എനിക്കറിയത്തില്ല. തൈവ ഖ്വാൻ എന്ന് പറഞ്ഞിരിക്കുന്ന ആളാണെന്ന് തോന്നുന്നു. 1923 അകത്ത് ഫസ്റ്റ് മോഡേൺ സോഷ്യൽ വർക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത് കമ്മ്യൂണിറ്റി വർക്ക് പ്രോഗ്രാം എന്നായിട്ട്. പിന്നെ ഇൻ ദ ഫസ്റ്റ് ഹാഫ് ഓഫ് ദ 1940s അകത്ത് മെഡിക്കൽ ആൻഡ് സൈക്കാട്രിക് സോഷ്യൽ വർക്ക് ഹയർ ചെയ്തു. പിന്നെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ എക്കണോമിക് പ്രോസ്പെരിറ്റി സ്റ്റാർട്ടഡ് കമ്മിങ് ഇൻ കൊറിയ സിൻസ് 1970s. അപ്പോൾ ആ കുറച്ച് കാര്യങ്ങൾ അവർ വെൽഫെയർ പ്രോഗ്രാംസും കാര്യങ്ങളും ഡെവലപ്പ് ചെയ്ത കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. നെക്സ്റ്റ് സൗദി അറേബ്യയാണ്. സൗദി അറേബ്യേൻ്റെ അകത്ത് സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാം എന്ന് പറഞ്ഞിരിക്കുന്ന സംഭവങ്ങൾ വരാൻ 4th 5-year ഡെവലപ്മെൻറ്റ് പ്ലാനിലൂടെയാണ്. അപ്പോൾ ആ ഒരു കാര്യങ്ങളും ഒക്കെ നോക്കുക. അതായത് നമ്പർ ഓഫ് സോഷ്യൽ റീഹാബിലിറ്റേഷൻസും കെയറും റെമഡിയൽ സർവീസസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. ഇത് ഓരോന്ന് വായിച്ചു പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലോങ് വീഡിയോ ആയി പോകും. പിന്നെ ഇസ്രയേലിൻ്റെ അകത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല 1929 അതിലെ ഒരു ഗ്രേറ്റ് ഡിപ്രഷൻ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇതിനെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അൺഎക്സ്പെക്റ്റഡ് പോവർട്ടിയും അൺഎംപ്ലോയ്മെൻറ്റും ലാക്ക് ഓഫ് ആഡിക്വേറ്റ് ഷെൽട്ടറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു. അതിൻ്റെ ഭാഗമായിട്ട് ലേറ്റർ ഓൺ അവർ സോഷ്യൽ വർക്ക് എന്നുള്ള ഒരു കൺസെപ്റ്റിലോട്ട്, സോഷ്യൽ വെൽഫെയർ എന്നുള്ള ഒരു കൺസെപ്റ്റിലോട്ട് വന്നു എന്നുള്ളത് പറയാം കേട്ടോ. അപ്പോൾ ഇതാണ് നിങ്ങളുടെ നമ്മുടെ ഏഷ്യൻ്റെ അകത്തുള്ള കുറച്ച് കാര്യങ്ങൾ. ഈ ഒരു യൂണിറ്റിൻ്റെ അകത്തുള്ള ലാസ്റ്റ് ടോപ്പിക്കായിട്ടുള്ളത്. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഈ ഒരു പോർഷൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഈജിപ്റ്റാണ്. ഈജിപ്തിൻ്റെ അകത്ത് പറയുന്ന സമയത്ത് ഈ 3 മേജർ, അതിൻ്റെ ഫസ്റ്റ് പാരഗ്രാഫ് തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ലൈക്ക് അവർക്ക് 3 മേജർ സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാംസ് ഉണ്ട്. അതിൽ മിസ്സ എന്ന് പറഞ്ഞിരിക്കുന്ന ആദ്യത്തേതാണ്. രണ്ടാമത്തേത് ഓക്കഫ് എന്ന് പറഞ്ഞിട്ടുള്ള റിലീജിയസ് എഫെയറിന് വേണ്ടിയിട്ടുള്ളതും മൂന്നാമത്തേത് നാസർ സോഷ്യൽ ബാങ്ക് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ പേർപ്പസും കാര്യങ്ങളൊക്കെ ആ ഒരു പാരഗ്രാഫിൽ നല്ല ഭംഗിയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നുണ്ട് അതിൻ്റെ സിഗ്നിഫിക്കൻസ്, സോഷ്യൽ വർക്കിൻ്റെ ഡിസിപ്ലിന് ഇത്രയും സിഗ്നിഫിക്കൻസ് ഈജിപ്തിൽ വന്നത് കൺസിഡറിങ് ദ നീഡ് ഓഫ് വെൽഫെയർ പ്രോഗ്രാംസ് ഫോർ പുവർ ആസ് വെൽ ആസ് വൾണറബിൾ സിറ്റിസൺ അങ്ങനെ ഉള്ളത് കൊണ്ടാണ്. പിന്നെ ലൈക്ക് വെസ്റ്റേൺ ഇൻഡസ്ട്രിയൽ countries, this discipline did not emerge spontaneously within the Egyptian dominant cultural values and sentiments എന്നുള്ളത് ഒന്ന് ഓർത്ത് വെക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ കണ്ടോ, the first social work program was started in Helwan University for which the process began in 1935. അതൊന്ന് ഓർത്ത് വെക്കുക. ആൻഡ് the same program started excelling in research and service since 1936. പിന്നെ അതിനുശേഷം കുറച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സോഷ്യൽ വർക്ക് പിന്നെ ഫോർ ഫീമെയിൽ സ്റ്റുഡൻസും കാര്യങ്ങളും വന്നതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. പിന്നെ അതിനുശേഷം പറയേണ്ടത് ഇതാണ് ഈ ലാസ്റ്റ് പാരഗ്രാഫ്. 5 മാർക്സിന് വന്നാലാണ് പറയുന്നത്. ബാക്ക് ബോൺ ഓഫ് പ്രൊഫഷണൽ സോഷ്യൽ വർക്ക് പ്രാക്ടീസ് ഇൻ ഈജിപ്റ്റ് ഈസ് ദി ബാക്ലോറേറ്റ് ലെവൽ വർക്കർ who have completed undergraduate course or undergraduate with diploma degree. പിന്നെ these workers are basically recruited by NGOs, corporate bodies and government ministries such as Ministry of Social Affairs, Ministry of Education, Ministry of Health. അങ്ങനെയുള്ള കാര്യങ്ങളും ആ ഒരു പാരഗ്രാഫ് മൊത്തമായിട്ട് വായിച്ചു നോക്കണം കേട്ടോ. പിന്നെ ലാസ്റ്റായിട്ട് ഒരു കാര്യമുണ്ട്. അപ്പാർട്ട് ഫ്രം ദിസ്, അതായത് സൗത്ത് ആഫ്രിക്കയിൽ ഈ സിംബാബ്വെ, ബോസ്വാന അല്ലെങ്കിൽ ഈജിപ്തിനെ കൂടാതെ തന്നെയും ലിബിയ, സുഡാൻ എന്ന് പറഞ്ഞിരിക്കുന്ന കൺട്രീസും ഇതുപോലുള്ള സോഷ്യൽ വർക്ക് പ്രോഗ്രാംസും ഡിഗ്രീസും അവർ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് യൂണിറ്റ് 1ൻ്റെ അകത്തുള്ളത്. പിന്നെ എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ചാപ്റ്റർ തൊട്ടിട്ട് പോകത്തില്ല. കാരണം ഈ ഒരു വീഡിയോ കണ്ടാൽ തന്നെ അറിയാം എത്ര ലോങ് ആണെന്ന്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് എല്ലാ സബ്ജക്റ്റും കവർ ചെയ്യാൻ പറ്റത്തില്ല. അതായത് കുറച്ച് ടഫായിട്ട് തോന്നുന്ന പോർഷൻസൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടേക്കാം. ബാക്കി മീൻസ് എനിക്ക് അറിയാം ഏതൊക്കെയാണ് സിമ്പിളായിട്ടുള്ളതും പിന്നെ ടഫായിട്ട് വരുന്ന പോർഷൻസും ഫസ്റ്റ് ഇനീഷ്യലി വായിക്കുമ്പോൾ. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഞാൻ വീഡിയോസ് ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ അണ്ടറിൽ തന്നെ കമൻറ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോൻ്റെ അണ്ടറിൽ തന്നെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഏതെങ്കിലും പോർഷൻസ് വേണമെന്നുണ്ടെങ്കിൽ അതും ഈ വീഡിയോയുടെ അണ്ടറിൽ തന്നെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് വൺസ് അഗെയിൻ. വീണ്ടും കാണാം. അതുവരേക്കും ബൈ.